ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗ് ആയിട്ടാണ് വന്നത്. നമ്മൾ ആക്ച്വലി ഒരു ട്രിപ്പ് പോവാണ്, അതും വയനാടേക്ക് ഫാമിലീൻ്റെ കൂടെ. ഏർലി മോർണിംഗ് പോയിട്ട് നൈറ്റ് വരുന്ന ഒരു വൺ ഡേ ട്രിപ്പ്, ഒരു ചെറിയൊരു ട്രിപ്പ്. അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോ ത്രൂ ഔട്ട് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന വഴിക്ക് പെട്രോൾ അടിച്ച്, അടിവാരത്തിൻ്റെ അവിടെ നിന്നാണ് പെട്രോൾ അടിച്ചത്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വിഷ്വൽസ് ചെയ്യുന്നു. ബിക്കോസ് ആ ഒരു മോർണിംഗ് ലൈറ്റ് സൺറൈസിൻ്റെ ഒക്കെ ഒരു ടൈമല്ലേ, അപ്പോൾ അതിൻ്റെതായ ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ചുരത്തിൻ്റെ അവിടേക്കൊക്കെ എത്തുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒരു സൺഡേ ഇനി പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, KSRTC കുറേ ഉണ്ടായിനി. ആൻഡ് വെക്കേഷൻ ടൈമല്ലേ, സോ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഈ KSRTC വളയ്ക്കുന്നുണ്ടോ, എന്ത് ഭംഗിയില്ലാതെ ഈ ഡ്രൈവർ വളച്ചെടുക്കുന്ന ആ ഒരു ടേണിങ്ങിൽ. പിന്നെ കുറേ ബസ്സുകൾ തന്നെയാണ് മെയിനായിട്ട് ചുരത്തിൻ്റെ അവിടെ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ആക്ച്വലി ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ പോകും, എന്ത് ചെയ്യും, ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻസ് ഞങ്ങൾക്ക് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഫാമിലി മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുവരെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയത്. അത് കഴിഞ്ഞ് ഫാമിലി മീറ്റ് ചെയ്തത് ഒരു ടീ ഷോപ്പിൻ്റെ അവിടെ നിന്നാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ വയനാട് കയറിയിട്ട് നെല്ലറച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോകാന്നുള്ളത്. ഇത് എൻ്റെ കുറച്ച് പ്രായ കളികളാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചാടിച്ചിട്ടില്ലേനി, അങ്ങനെ ചാടിക്കാൻ വേണ്ടി സ്പോട്ടിൽ നിർത്തി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരെ ഇരുന്ന്, എന്താ അറിയില്ല, കുറേ മങ്കീസിനൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ വയനാട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും തേയിലത്തോട്ടങ്ങളും കഴിയണമെന്നില്ല, അതിന് മുന്നേ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും വയനാട് എന്ന് പറയുമ്പോഴേ നമ്മളെ മൈൻഡിലേക്ക് ഫസ്റ്റ് ചെയ്യുന്നത് ഈ തേയിലത്തോട്ടങ്ങളും ഒരു പച്ചപ്പ്, ഒരു ക്ലൈമറ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു വഴി കൂടെ നമ്മളിങ്ങനെ നെല്ലറച്ചാലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഓഫ് റോഡ് മാറ്റത്തെ വഴി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് നെല്ലറച്ചാലിലേക്കാണ്. അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നമുക്ക് കണ്ടാൽ തോന്നും വെയിലൊക്കെ ആണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു തണുത്ത കാറ്റടിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് കുറേ റീൽ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്ര. എനിക്ക് ഈ പ്രാവശ്യം എടുത്തത് ഏട്ടനാണ്, പിന്നെ ആരാധ്യ എൻ്റെ അനിയത്തി, ഒരെണ്ണാളാണ് കൂടുതലും എനിക്ക് ഫോട്ടോസ് വീഡിയോസ് എടുത്തത്. അവിടെ തന്നെ ഞാൻ വേറൊരു സാധനം കൂടി നോട്ടീസ് ചെയ്ത്, അതായത് ഈ വയലറ്റ് കളറുള്ള ആമ്പൽ. ഒന്നാമത് എനിക്ക് ആമ്പൽ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതിൻ്റെ കൂടെ വയലറ്റ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ് പറിച്ചിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ എടക്കൽ കേവ്സിലേക്ക് പോയി. അവിടേക്ക് എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞെക്കൊണ്ട് നമ്മൾ കുറച്ച് പേര് മാത്രമേ കയറിയിട്ടുള്ളൂ. അവിടെ നിന്ന് ഞാൻ ആദ്യം കട്ട വ്ളോഗ് എടുക്കലിനും. ഒരു സീക്രട്ട് പ്ലേസ്, പക്ഷെ കുറെ ആൾക്കാർക്ക് അറിയുന്ന സീക്രട്ട് പ്ലേസ് ആണ്. ഇതൊക്കെയാണ് കയറാൻ പോയത്, ഇതൊക്കെയാണ് കയറിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു മലയുടെ സൈഡിലാണുള്ളത്, എടക്കൽ കേവ്സ്. ഒരാൾ കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ട്, കയറി വന്നൊരു കയ്യോ വയ്ക്കാം. അവിടെ ആ ഒരു സ്ഥലത്ത് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കായിട്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ച് ഒരു വ്ളോഗാക്കാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. കുടുങ്ങിയ വഴിക്കൂടാണ് നമ്മൾ പോയത്. നല്ല രസമുണ്ടായി. ഞങ്ങളത് ഫുള്ള് കയറാൻ നിന്നില്ല, പകരം പകുതി കയറി പകുതി അതിലൂടെയുള്ള വഴിക്കൂടെ അങ്ങോട്ട് താഴ്ത്തിറങ്ങി. ഞങ്ങൾ ടയർഡായി, അത് ഞങ്ങൾ മുകളിലേക്ക് കയറുന്നില്ല, ഞങ്ങൾ കയറില്ല, പതിച്ച് നിർത്തി. പിന്നെ ഞങ്ങൾ നേരെ കരിയത്തമ്പാറ അല്ല കാന്തമ്പാറ പോയി. ഞാൻ എപ്പോഴും തെറ്റിക്കും ഗൈസ്, കരിയത്തമ്പാറ ഞാൻ പറയുന്നത്, പക്ഷെ കാന്തമ്പാറ ഗൈസ്. കാന്തമ്പാറ പോയി. വെള്ളത്തിൽ ഇറങ്ങൂല എന്നൊക്കെ വിചാരിച്ചതേനു, ബിക്കോസ് അവിടെ ഡ്രസ്സ് മാറ്റാനൊക്കെ കുറച്ച് പ്രയാസം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് ഞാൻ വെള്ളത്തിൽ ഇറങ്ങില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര ഒരു ഇത്, വെള്ളം ഇങ്ങനെ വിളിക്കാം. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മൾ അതിൻ്റെ കൂടെ റിസ്ക് എടുത്തായിട്ട് ഇറങ്ങി കുളിച്ച്. ഞാൻ അധികം നനഞ്ഞിട്ടില്ല, എന്നാലും നനഞ്ഞ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ കുറച്ച് കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയ വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ചാടി കയറി ഇറങ്ങി. പിന്നെ ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ടാണ് കാനഡത്തേക്ക്. ഈ ക്യാപ്പ് ഞാൻ അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഒരു തേയിലത്തോട്ടത്തിന് അവിടെ നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. ഇത് ഞങ്ങൾ വയനാട് ചുരം തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിർത്തിയത് എന്താ വെച്ചാൽ നമുക്ക് ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിനി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ സ്പോട്ടൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് പ്ലാൻ ചെയ്തതിനെ കൊണ്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്തു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നല്ല ഇരുടാവാനും തുടങ്ങിയിട്ടുണ്ടേനി. പിന്നെ ഞാൻ ക്ഷീണിക്കും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് അവസാനിപ്പിക്കാനുള്ളൊരു മൈൻഡിൽ ഞാൻ വ്ളോഗ് നിർത്തി, പ്ലസ് എനിക്ക് മതിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെന്താ, പിന്നെ ഒന്നുമില്ലല്ലേ. ഓക്കെ ഗൈസ്, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.